ത്രിയേക ദൈവത്തിനു സ്തുതി. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നിന്ന് നമുക്ക് 3 പ്രധാന ആത്മീയ സത്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ധനസ്നേഹമില്ലാത്ത ജീവിതം. ഇന്ന് ലോകം നമ്മോട് പഠിപ്പിക്കുന്നത് സമ്പത്തുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും എന്നതാണ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ളതാണ്. കൂടുതൽ സമ്പത്ത്, കൂടുതൽ സൗകര്യം, കൂടുതൽ വസ്തുക്കൾ ഇവയെല്ലാം ലഭിച്ചാൽ ജീവിതം പൂർണ്ണമാകുമെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ആവശ്യമാണ്, ബട്ട് അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറരുത്. ധനസ്നേഹം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വരെ അകറ്റും. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. രണ്ടാമതായി, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദൈവത്തിൻ്റെ വാക്കിലാണ്. ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യർ നമ്മളെ വിട്ടുപോയേക്കാം, ആരും മനസ്സിലാക്കാതെ വന്നേക്കാം, സുഹൃത്തുക്കൾ മാറിപ്പോയേക്കാം, ബന്ധങ്ങൾ പോയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുമാറത്തില്ല. നമ്മളെ ഏറ്റവും ദുർബലമായിട്ടുള്ള സമയങ്ങളിലും ദൈവം നമ്മോട് കൂടെ തന്നെയുണ്ട്. നമ്മൾ കരയുന്ന സമയത്തും നിരാശയിലായിരിക്കുന്ന സമയത്തും ദൈവം നമ്മെ താങ്ങി നിർത്തുന്നവനാണ്. മൂന്നാമതായി, ഭയമില്ലാത്ത വിശ്വാസം. ഈ വാഗ്ദാനം അറിയുമ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ അവിടെ കോൺഫിഡൻസ് വരികയാണ്. കർത്താവ് എൻ്റെ സഹായിയാണ്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് വചനത്തിൽ കാണുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. നമ്മുടെ ഫ്യൂച്ചർ, ഹെൽത്ത് ഇഷ്യൂസ്, ക്യാഷ് പ്രോബ്ലംസ്, നമ്മുടെ ജോലി, ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വന്നേക്കാം. ബട്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ സഹായിയായിരിക്കുമ്പോൾ ലോകത്തിൽ ഏതൊരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ എല്ലായ്പ്പോഴും താങ്ങി നിർത്തുന്നവനാണ്. ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഈ വിശ്വാസമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെല്ലാം നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭയമല്ല, വിശ്വാസവും നന്ദിയുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.